അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, നാം എപ്പോഴും ഭയക്കേണ്ട, പേടിക്കേണ്ട, കാവൽ ചോദിക്കേണ്ട ഒന്നാണ് ദാരിദ്ര്യം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ദാരിദ്ര്യത്തെ തൊട്ട് കാവൽ ചോദിച്ചതായി നമുക്ക് ഹദീസുകളിൽ കാണാം. എല്ലാ ദുആകളിലും ദാരിദ്ര്യത്തെ തൊട്ട് അഭയം ചോദിക്കുന്ന ദുആകൾ ഹദീസുകളിൽ കാണാം. ദാരിദ്ര്യം എന്നുള്ളത് ഒരു മനുഷ്യനെ കുഫറിലേക്ക് എത്തിക്കുമെന്നാണ് മഹാന്മാർ പഠിപ്പിച്ചത്. അത്രയും അപകടകരമായ ഒന്നാണ് ദാരിദ്ര്യം. ദാരിദ്ര്യമില്ലാത്ത ഒരു ജീവിതം, അതിനുവേണ്ടി നാം എപ്പോഴും ദുആ ചെയ്യണം. നാം ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, ഈ സമയം വലിയ പ്രയാസം നിറഞ്ഞ, പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ്, സമയത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, ബിസിനസ് എല്ലാം തകർന്ന് കടത്തിലായി നിൽക്കുന്നവരുമുണ്ട്. ഇങ്ങനെ പല പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പല ആളുകളും. നമ്മുടെ ജീവിതം നല്ല സന്തോഷത്തോടെ, ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ മഹാന്മാർ നമുക്ക് ഒരുപാട് വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ, പതിവാക്കുവാൻ ഒരുപാട് ദിക്റുകൾ, ദുആകൾ, സ്വലാത്തുകൾ പതിവാക്കാൻ മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെല്ലാം നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല, പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. നാം എപ്പോഴും പതിവാക്കേണ്ട ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ് അസ്മാഉൽ ഹുസ്ന. അല്ലാഹുവിൻ്റെ പേരുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ പ്രധാനപ്പെട്ട 99 പേരുകൾ നമുക്ക് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നു. അല്ലാഹുവിൻ്റെ ഈ 99 പേരുകൾ അസ്മാഉൽ ഹുസ്നയിൽ പറഞ്ഞ് ദുആ ചെയ്താൽ ദുആക്ക് ഹിജാബത്തുണ്ട്, ഉത്തരം വേഗം ലഭിക്കുന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാം. അല്ലാഹുവിൻ്റെ പേര് പറഞ്ഞ് ദുആ ചെയ്താൽ ഉത്തരം ഉറപ്പാണ്. അല്ലാഹുവിൻ്റെ ആ പേരുകളും ആരെങ്കിലും പഠിച്ചാൽ, ഉൾക്കൊണ്ടാൽ, ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് റിപ്പോർട്ടിൽ കാണാം. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത്, 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷം അസ്മാഉൽ ഹുസ്ന ചെല്ലണം. നിങ്ങൾക്ക് ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാൻ കഴിയും. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു എളുപ്പമാക്കി തരും, ഉദ്ദേശങ്ങളെല്ലാം പൂർത്തിയാക്കി തരും. അത്രയും അത്ഭുതമാണ് ഓരോ ഇസ്മുകളും. അള്ളാഹുവിൻ്റെ 99 പേരുകളിലുള്ള ഓരോ ഇസ്മുകളും മഹത്വങ്ങളും വലുതാണ്. ചൊല്ലിയാൽ, അത് പതിവാക്കിയാൽ ലഭിക്കുന്ന ഒരുപാട് നേട്ടങ്ങൾ മഹാന്മാർ കിതാബുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ഒരു ചെറിയ ഒരു ഇസ്മാണ്, അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ചെറിയ ഒരു ഇസ്മാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെയും എളുപ്പമാക്കാനും, ദാരിദ്ര്യമില്ലാത്ത ഒരു ജീവിതം നമുക്ക് ഉണ്ടാവാനും, പണത്തിന് ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കാനും നാം പതിവേക്കേണ്ട ഒരു ദിക്റാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. യാ ബാസിത്തു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ് എന്ന ഇസ്മ് അല്ലാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഇസ്മാണ് ബാസിത്ത് എന്ന ഇസ്മ്. ബാസിത്ത് എന്ന് പറഞ്ഞാൽ വിശാലമാക്കുന്നവൻ, എല്ലാ കാര്യത്തിലും വിശാലത നൽകുന്നവൻ. ഈ ഇസ്മ ആരെങ്കിലും തഹജ്ജുദിന് ശേഷം ചൊല്ലിയാൽ, 10 പ്രാവശ്യം ആരെങ്കിലും പറഞ്ഞ് കൈകളിലേക്ക് ഊതി മുഖം തടവിയാൽ എൻ്റെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യം കടന്നു വരില്ല. അത്രയും മഹത്വമുള്ള ഇസ്മാണ് യാ ബാസിത്തു എന്ന ഇസ്മ. മഹാന്മാർ പഠിപ്പിക്കുന്നു, പണം ഉണ്ടാവാൻ അല്ലെങ്കിൽ കടം വീടാൻ, സമ്പത്ത് വേണം എന്ന് ആഗ്രഹിക്കുന്നവർ, ജോലി വേണം എന്ന് ആഗ്രഹിക്കുന്നവർ, അതുപോലെ വിശാലത ആഗ്രഹിക്കുന്നവർ, ദുനിയാവിൻ്റെ എല്ലാ കാര്യങ്ങളും എളുപ്പമാകാൻ ആഗ്രഹിക്കുന്നവർ യാ ബാസിത്തു യാ അല്ലാഹ് എന്ന ഇസ്മ എല്ലാ ദിവസവും 72 പ്രാവശ്യം ചൊല്ലുക. ഉദ്ദേശിച്ച കാര്യം നടക്കാൻ, ആഗ്രഹങ്ങൾ പൂവണിയാൻ, കടങ്ങൾ വീടാൻ, അങ്ങനെ എല്ലാത്തിനും നിറവേറാൻ യാ ബാസിത്തു യാ അല്ലാഹ് എന്ന ഇസ്മ 72 പ്രാവശ്യം ചൊല്ലിയാൽ അവൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടന്നു കിട്ടും. അവരുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ചെറിയൊരു ഇസ്മ, അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഈ നാമം എല്ലാ ദിവസവും പതിവാക്കണം. പ്രത്യേകിച്ച് തഹജ്ജുദ് നിസ്കാര ശേഷം 10 പ്രാവശ്യം ചൊല്ലി ദുആ ചെയ്യുക. ഒരിക്കലും ദാരിദ്ര്യമുണ്ടാവില്ല, പണത്തിന് ഒരു ബുദ്ധിമുട്ടും വരില്ല. എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം 72 പ്രാവശ്യം ചൊല്ലുക. നമ്മുടെ ജീവിതത്തിൽ നാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹു എളുപ്പമാക്കി തരും. ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു നടത്തിത്തരും. അത്രയും മഹത്വമുള്ള നാമമാണ് യാ ബാസിത്തു യാ അല്ലാഹ് എന്ന ഇസ്മ. ഈ ഇസ്മിൻ്റെ ബർക്കത്ത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു വിജയം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.